പെരിയ ഇരട്ടക്കൊലക്കേസിൽ അതിൽ ശിക്ഷിക്കപ്പെട്ട 14 പ്രതികളാണ്. അതിൽ 4 പ്രതികൾക്ക് ഹൈക്കോടതി അവരുടെ സെൻറ്റൻസ് സസ്പെൻഡ് ചെയ്തു. അതായത് പലരും വിളിച്ച് പറയുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് എന്നെ ഇത് വിളിച്ച് ചോദിച്ചു, അതുകൊണ്ടാണ് ഇത് പറയുന്നത്. അവരുടെ ശിക്ഷ സ്റ്റേ ചെയ്തു. ശിക്ഷ സ്റ്റേ ചെയ്യാന്നല്ല പറയുന്നത്, കേസ് സ്റ്റേ ചെയ്യുകയല്ല ചെയ്തത്, സെൻറ്റൻസ് സസ്പെൻഡ് ചെയ്തു. അതിനൊരു പ്രൊവിഷനുണ്ട്. നമ്മുടെ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിൽ നേരത്തെ ഉണ്ടായിരുന്ന CRPC 389 വകുപ്പ് അനുസരിച്ച് വിചാരണ കോടതിക്ക് തന്നെ ചില കേസുകൾ സ്റ്റേ ചെയ്യാം, സസ്പെൻഡ് ചെയ്യാം. സ്റ്റേ ചെയ്യല്ല, ചില സെൻറ്റൻസ് സസ്പെൻഡ് ചെയ്യാം. ഉദാഹരണമായിട്ട് 3 വർഷത്തിൽ കൂടുതലല്ല കൊടുത്തേക്കുന്ന ഇംപ്രിസൺമെൻറ്റ് എന്നുണ്ടെങ്കിൽ, അതായത് തടവ് ശിക്ഷയുടെ കാലാവധി 3 വർഷത്തിൽ കൂടുതലല്ലെങ്കിൽ, 3 വർഷം അതിൽ കുറവാണെന്നുണ്ടെങ്കിൽ വിചാരണ കോടതിക്ക് തന്നെ സെൻറ്റൻസ് സസ്പെൻഡ് ചെയ്യാം. അത് നാച്ചുറലി ചെയ്തു കൊടുക്കും എല്ലാ കേസിലും. അതിനകത്ത് വിചാരണ കോടതിക്ക് വേറൊന്നും പറയാൻ ഒക്കത്തില്ല. ഇത് വളരെ കാഠിന്യമേറിയതാണ്, ഇവിടെ ഇരട്ടക്കൊലയാണ്, 4 കൊല, ഇതൊന്നും പറയാൻ ഒക്കത്തില്ല. ഇവിടെ വിചാരണ കോടതി കൊടുത്ത ശിക്ഷ എത്രയാണ്? ഇവർക്ക് ഈ 4 പേർക്ക് 5 വർഷത്തെ തടവ് ശിക്ഷയാണ് കൊടുത്തേക്കുന്നത്. 5 വർഷം വീതമാണ് കൊടുത്തേക്കുന്നത്. അത് ഒരു പ്രതിയെ പിടിച്ചുകൊണ്ട് രക്ഷപ്പെടുത്തി പോലീസ് കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിച്ചു എന്നുള്ളതാണ്. അതായത് 2ാം പ്രതിയെ, അതാണ് അവരുടെ പേരിലുള്ള കുറ്റം. അതിന് പരമാവധി ആ കുറ്റത്തിന് കൊടുക്കാവുന്നത് 7 വർഷമാണ്. കോടതി അത് 5 വർഷം കൊടുത്തെന്ന് പറഞ്ഞാൽ കോടതിക്ക് 3 വർഷം സാധാരണ കൊടുക്കാവുന്നതാണ്. കൊടുത്തു കഴിഞ്ഞാൽ ഇവരുടെ സെൻറ്റൻസ് സസ്പെൻഡ് ചെയ്യണം. അതുകൊണ്ട് വിചാരണ കോടതി വളരെ ശ്രദ്ധാപൂർവം അതൊരു 5 വർഷമായിട്ട് കൊടുത്തു. പിന്നെ ഹിസ് ഹാൻഡ്സ് ആർ ഫെറ്റഡ്, കാരണം അദ്ദേഹത്തിൻ്റെ കൈകൾ കെട്ടപ്പെട്ടതാണ്, പിന്നെ കൊടുക്കാൻ ഒക്കത്തില്ല, വേണമെങ്കിൽ മേളിൽ പോയി വാങ്ങിച്ചോട്ടെ. പിന്നെ അതിന് അപ്പീൽ കൊടുത്തത് വാങ്ങാനേ പറ്റുള്ളൂ. ഇത് ഓരോ വലിയ രാഷ്ട്രീയ നേതാക്കളൊക്കെ, അതായത് CPM-ലെ നേതാക്കളൊക്കെ വിളിച്ചു പറഞ്ഞു, CPM-ന്റെ സ്റ്റേറ്റ് സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട് എങ്ങനെയായാലും കിട്ടും എന്ന്. സ്റ്റേറ്റ് സെക്രട്ടറി ഒന്നും അല്ല ഈ കൊടുക്കുന്നത്, ആദ്യം മനസ്സിലാക്കണം. ഇതൊരു മഹാകാര്യവും അല്ല. ഹൈക്കോടതിയിലെ ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ, അതായത് വല്ല റേപ്പ് കേസിലേക്ക് ഒരു 10 വർഷമൊക്കെ ഉള്ള ശിക്ഷ അതോ അതിന് മേലോട്ടോ ഉണ്ടെങ്കിൽ പെട്ടെന്ന് സെൻറ്റൻസ് സസ്പെൻഡ് ചെയ്ത് കൊടുക്കാറില്ല. ജീവപര്യന്തം ശിക്ഷ കിട്ടുന്ന കൊലക്കേസുകളിൽ അത് സസ്പെൻഡ് ചെയ്ത് കൊടുക്കാറില്ല. വളരെ ചുരുക്കം കേസുകളിൽ മാത്രമേ ഉള്ളൂ. അത്രത്തോളം ആ കേസൊക്കെ മുഴുവൻ പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ ചിലപ്പോൾ സെൻറ്റൻസ് സസ്പെൻഡ് ചെയ്യുന്നത്. പക്ഷേ അതും ഒരു 3-4 വർഷത്തിനിടയിലൊന്നും ചെയ്യുന്ന പണിയില്ല, അങ്ങനെ കൊടുക്കാറില്ല. ജീവപര്യന്തം തടവ് ശിക്ഷ ഞാൻ ഒരൊറ്റ കേസിൽ സസ്പെൻഡ് ചെയ്തിട്ടില്ല. ഹൈക്കോടതിയിലിരിക്കുമ്പോൾ ഒന്നിനും ചെയ്തിട്ടില്ല. അത് പിന്നെ അതിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ? ഈ ഒരു അപ്പീല്, നമ്മളിപ്പോൾ ഈ കൊലക്കേസിൽ അപ്പീല് പരിഗണിക്കുക എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ 5 വർഷം എടുക്കും. ഒരു കൊലക്കേസിൽ അപ്പീല് ഇന്നത്തെ നിലയിൽ നമ്മുടെ കേരള ഹൈക്കോടതി പരിഗണിക്കണമെങ്കിൽ, കാരണം അത്രത്തോളം കേസുകളുണ്ട്. അപ്പോൾ അതിന് യഥാർത്ഥത്തിലുള്ളത് ഒരു ക്രിമിനൽ ബെഞ്ചാണ്, അതായത് ഒരു ഡിവിഷൻ ബെഞ്ചാണ് ഈ അപ്പീല് പരിഗണിക്കേണ്ടത്. കൊലക്കേസിൽ അപ്പീല് അത് പരിഗണിക്കുമ്പോൾ അവർ 2 ജഡ്ജസും കൂടെ ഉള്ള ഒരു ബെഞ്ചാണ് ഉള്ളത്. ഒരു ബെഞ്ച് എത്ര കേസ് പറയും നോക്കും. ചിലപ്പോൾ 2 ബെഞ്ചുകളൊക്കെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ എത്ര ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. ഞാനൊക്കെ ഉള്ള സമയത്ത് ഒരൊറ്റ ബെഞ്ചേ ഉള്ളായിരുന്നു. ഞാനതിൽ 3-4 ടേം ഞാൻ ഇരുന്നിട്ടുണ്ട്. 3-4 അല്ല, അതിൽ കൂടുതൽ ടേമുകളിൽ ഞാൻ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 5 വർഷം ഏറ്റവും കുറഞ്ഞെടുക്കും. ചിലപ്പോൾ നമുക്കതിൽ തോന്നും. കാരണം എനിക്കറിയാം, ഞാൻ ഒരിക്കൽ അത് ഏത് കേസാണെന്നും പറയുന്നില്ല, ഞാൻ ഒരു കൊലക്കേസ് ഇതുപോലെ വാദം കേട്ട് കഴിഞ്ഞ് ഞാൻ അതിൻ്റെ വിധി പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനകത്ത് ആ കൊലക്കേസിലെ ഞാൻ പ്രതികളെ വെറുതെ വിട്ടു. ഞാൻ വിട്ടതാണ്. ഏതാണ്ട് 8-10 പ്രതികളുണ്ട് കേട്ടോ, അവരെ വെറുതെ വിട്ടു. അത് 9 വർഷമായിരുന്നു ആ കേസ്. ആലോചിച്ച് നോക്കിക്കോളൂ, 9 years. അതിനകത്തൊരു സംശയാതീതമായി കുറ്റം തെളിയിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ് വെറുതെ വിടേണ്ടതായിട്ട് വന്നത് ഒരു 4-5 പേരേ ഉള്ളൂ. ബാക്കിയുള്ള ആളുകളുടെ പേര് ഒരു തെളിവുള്ളതല്ല. ഇങ്ങനെ കിടക്കുന്നുമുണ്ട് പലപ്പോഴും. വേറെ ഈ അടുത്ത സമയത്ത് വന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ ഹൈക്കോടതി കിടക്കുന്നതായതുകൊണ്ട് ഏത് കേസാണെന്ന് ഞാൻ പറയുന്നില്ല, വന്ന് പറഞ്ഞു ഒന്നുമില്ല, ഒരുത്തൻ്റെ ജീപ്പ് കേട്ടോ, ആ ജീപ്പ് ഒരു കൊലക്കേസിലെ പ്രതികൾ ആരാണ്ട് ഉപയോഗിച്ചു, ഇത്രയേ ഉള്ളൂ. ഇയാളുടെ ജീപ്പ് അയാൾക്ക് കൊടുത്തേക്കുന്നത് എന്താണെന്നറിയോ? ജീവപര്യന്തമാണ്. കിടപ്പുണ്ട്, ഇപ്പോഴും കിടപ്പുണ്ട്. അയാളുടെ ഒരു കിഡ്നി ആണെങ്കിൽ പോയി, ഒരെണ്ണം അടിച്ചു പോയി, മറ്റേ കിഡ്നിയും പോയി തിരിക്കുക. അപ്പോൾ ഇതൊന്ന് ട്രാൻസ്പ്ലാന്റ് ചെയ്യണം. അയാളുടെ ഭാര്യ കരഞ്ഞ് വിളിച്ച് നടക്കുകയാണ്.
ഇതുവരെ ആ സെൻറ്റൻസ് സസ്പെൻഡ് ചെയ്ത് കിട്ടിയിട്ടില്ല. ഞാനൊരു അതിപ്പോൾ ഏതാണ്ട് അയാൾ കിടക്കാൻ തുടങ്ങിയിട്ട് യഥാർത്ഥത്തിൽ വെറുതെ കിടക്കാണ്. ഒരു 3 വർഷത്തോളമായിട്ടുണ്ട്, 3 വർഷം കഴിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം പിന്നെ ഞാൻ അവരെക്കുറിച്ച് കേൾക്കുന്നൊന്നുമില്ല, എന്താണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ കിട്ടിക്കാണുമായിരിക്കും, അതുകൊണ്ടായിരിക്കാം വരാത്തത്. ഏതായാലും അങ്ങനെ ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. അപ്പോൾ ഒരു 5 വർഷം കഴിയാതെ ആവാതെ ഈ കേസ് എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളപ്പോൾ ഈ 5 വർഷം ശിക്ഷിച്ച പ്രതികളെ 5 വർഷം ആകുമ്പോൾ കേസെടുത്തിട്ട് നിങ്ങളെ അങ്ങ് വെറുതെ വിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നിയമവ്യവസ്ഥ എന്താവും? അപ്പോൾ ഹൈക്കോടതിയെ സംബന്ധിച്ചിടത്തോളം ഹൈക്കോടതി നോക്കുന്ന ഏതാണ്? ഹൈക്കോടതിക്ക് ഈ മാനദണ്ഡം ഇങ്ങനൊന്നുമില്ല. പിന്നെ ജീവപര്യന്തമുള്ള കേസുകളിൽ, ശിക്ഷിച്ചേക്കുന്ന കേസുകളിൽ അത് ഹൈക്കോടതിയുടെ ഒരു പോളിസി തന്നെയാണ്, കൊടുക്കുകയല്ല. അത് സെൻറ്റൻസ് സസ്പെൻഡ് ചെയ്ത് കൊടുക്കത്തില്ല. ബലാത്സംഗ കേസുകളിലൊക്കെ ഒരു 10 ഇയേഴ്സ് ഉള്ളത്, അങ്ങനെയൊക്കെ ഉള്ളത് പല കേസുകളിലും കൊടുക്കാറില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അതിന് താഴോട്ടൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഈ ബലാത്സംഗ കേസുകളുടെ റീസണൊക്കെ പറയും. ഇങ്ങനെയുള്ള കേസിനകത്ത് ഇതൊന്നും പറയാനില്ല. ഒരു പ്രതി പിടിച്ചുകൊണ്ട് പോയതാണ്, ഗൂഢാലോചന കുറ്റം അല്ല അവരുടെ പേര്. ഒരുപാട് പേര് പറയുന്നുണ്ട്, അതൊക്കെ തെറ്റാണ്. അതുപോലെ തന്നെ ഒരാൾ എൻ്റെ അടുത്ത് ഇന്നലെ വിളിച്ച് സംശയം ചോദിച്ചത്, നാളെ കേട്ടിട്ട് സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് പറയുകയാണ്, ഈ പ്രോസിക്യൂഷൻ്റെ വാദം പോലും, അതായത് CBIയുടെ വാദം പോലും കേൾക്കാതാണ് ഇത് കൊടുത്തേക്കുന്നത്. ഇതിന് CBIയുടെ വാദമൊന്നും കേൾക്കണ്ട, ഇത് കണ്ണടച്ചുകൊണ്ട് കൊടുക്കും ഹൈക്കോടതി. അതിനൊരു കുറ്റമില്ല. ഇത് ഏതാണ്ട് വലിയ വിജയമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടി കൊട്ടിക്കൊഴിക്കുകയൊന്നും വേണ്ട. ഇത് നിങ്ങളുടെ വിജയമൊന്നും അല്ല, ഇത് സാധാരണ ഒരു നടപടിക്രമമാണ്, അല്ലാതെ ഒന്നും ഇതിനകത്തില്ല. അത് ആദ്യം തിരിച്ചറിയുക.